വ്യവസായങ്ങളടക്കമുള്ള പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നതിന് അനുകൂലമായ സാഹചര്യം ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നതിനെ പ്രകീർത്തിച്ചുകൊണ്ട് തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ ശശി തരൂർ എഴുതിയ ലേഖനമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സമൂഹ മാധ്യമങ്ങളിൽ, അല്ലാത്ത മാധ്യമങ്ങളിൽ 4 ആൾ കൂടുന്നിടത്തൊക്കെ ഇപ്പോഴത്തെ ചർച്ച ശശി തരൂരിൻ്റെ ലേഖനവും ആ ലേഖനത്തിൽ തരൂർ മുന്നോട്ട് വെച്ച നിലപാടും ആണ്. അതുമാത്രമല്ല, ആ നിലപാടിനെ എതിർത്തുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട്, ഒരു പരിധിവരെ അവഹേളിച്ചുകൊണ്ട്, ആ നിലപാട് കോൺഗ്രസിൽ ചേരുന്നതല്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ടുൾപ്പെടെ കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ആ പ്രതികരണത്തെ, ശശി തരൂരിൻ്റെ ആ പ്രതികരണത്തിലെ മെറിറ്റിനെ, തിരിച്ചറിവിനെ അഭിനന്ദിച്ചതിനെക്കുറിച്ച് ഇതൊക്കെയാണ് കേരളത്തിൽ ചർച്ച. ഈ ചർച്ചകളുടെ പല സ്വഭാവങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒന്നാമതായി ശശി തരൂരിൻ്റെ പ്രത്യേകത എന്താണ്? തരൂർ മുൻ UN ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിരുന്ന ആളാണ്. സെക്രട്ടറി ജനറലായി മത്സരിച്ച ആളാണ്. കേരളത്തിൽ 4ാം തവണ തിരുവനന്തപുരത്ത് കേരളത്തിൽ തലസ്ഥാനത്ത് MP ആയിരിക്കുന്ന ആളാണ്. വിശ്വപൗരൻ എന്ന ഒരു ഇമേജ് മാധ്യമങ്ങൾ തരൂരിന് പല കാരണങ്ങൾ കൊണ്ടും കൊടുത്ത ആളാണ്. തരൂർ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. കൃത്യമായി രാഷ്ട്രീയ എഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ തരൂരിനെ കുറിച്ച് മറ്റ് വിമർശനങ്ങളുണ്ട് താനും. എന്താണത്? ഒന്ന്, വിവാദമായ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിനെ മൃദുഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് പിന്തുണച്ച ആളാണ് എന്നുള്ള വിമർശനം. രാംലല്ലയുടെ ചിത്രം ഫേസ്ബുക്കിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ച ആളാണ്. മുസ്ലിങ്ങൾക്ക് ആ പള്ളിക്ക് വിട്ടുകൊടുത്താൽ പോരായിരുന്നോ മുസ്ലിങ്ങൾ, എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ്. വിഷ്വൽ ലഭ്യമാണല്ലോ. ഫലസ്തീൻ പ്രശ്നത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേലിന് അനുകൂലമായി എഴുതിയ ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയാധിഷ്ഠിതമായി യോജിക്കാവുന്നതും യോജിക്കാൻ കഴിയാത്തതുമായ നിലപാടുകൾ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് തരൂർ. എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, തരൂർ ആർക്കും പിടിതരാത്ത രാഷ്ട്രീയവും സാമൂഹികവുമായ നിലപാടുകളുള്ള ഒരു ബുദ്ധിജീവിയാണ്. അതേസമയം തന്നെ തരൂർ വർഗീയവാദിയാണ് എന്ന് പറയാൻ കഴിയില്ല. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നിരന്തരം പ്രകീർത്തിക്കുന്ന, അനുകൂലിക്കുന്ന ആളാണ്. വംശീയ ഉന്മൂലനം അടക്കമുള്ള രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന ആളാണ് എന്ന് പറയാൻ കഴിയില്ല. രാംലല്ലയെ അദ്ദേഹം അനുകൂലിച്ചതുപോലും, ആ പോസ്റ്റ് ഇട്ടതുപോലും വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ്, വിശ്വാസപരമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള വാദമുണ്ട്. അതൊക്കെ ഇപ്പോൾ ചർച്ചയ്ക്ക് വെക്കുന്നത് തന്നെ ഒരു പരിധിവരെ തരൂർ കേരളത്തിൻ്റെ വ്യവസായ അനുകൂല അന്തരീക്ഷത്തെ അഭിനന്ദിച്ച് സംസാരിച്ചത് കൃത്യമായി വിശദമാക്കി ആ കേരളത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ദേശീയ തലത്തിൽ കേരളം 1ാമത് വന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ദേശീയ ദിനപത്രത്തിൽ ലേഖനം എഴുതിയത്. അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ തുടർ ചർച്ചകൾ പോസിറ്റീവായി കൊണ്ടുപോകുന്നതിന് തടസ്സമായേക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ നിലപാടുകളുള്ള ആളാണ് തരൂർ എന്നെല്ലാവർക്കും അറിയാം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും മതനിരപേക്ഷവാദികൾ പൊതുവെയും പൂർണ്ണാർത്ഥത്തിൽ സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമല്ല, സാമൂഹ്യ വ്യക്തിത്വമല്ല തരൂർ എന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അപ്പോഴും ശശി തരൂർ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ദേശീയതലത്തിൽ 1ാമതാണ് എന്ന് അക്കമിട്ട് 1, 2, 3 എന്ന് എന്തുകൊണ്ടാണ് എന്ന് കാര്യകാരണ സഹിതം അദ്ദേഹം എഴുതിയ ലേഖനവും അതിനോടുള്ള വിമർശനങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും ചെറുതാക്കി കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ചെറുതാക്കി കാണിക്കുന്നത് ഒരാൾ കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ മനസ്സിലാക്കി പ്രതികരിക്കുമ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ മുൻകാല നിലപാടുകളെല്ലാം ചേർത്ത് മാത്രം കാണണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ചിലർ അങ്ങനെയും പറയുന്നുണ്ട് എന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ നിലപാടോ, PD സതീശനും UDF കൺവീനർ M. ഭാസനും അടക്കമുള്ള ആളുകളോ, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ ഈ വിഷയത്തിൽ കാണുന്ന, ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന, സമീപിക്കുന്ന രീതി കേരളത്തിൻ്റെ 67 വർഷത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ്. എന്തുകൊണ്ടെന്നാൽ കേരളം
നമ്മുടെ എല്ലാം നാടാണ്. വി ഡി സതീശൻ്റെയും പിണറായി വിജയൻ്റെയും സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും വി മുരളീധരൻ്റെയും എല്ലാം നാടാണ് കേരളം. പക്ഷേ ഈ വി മുരളീധരനും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമൊക്കെ ഉള്ള പൊതുവായ സമീപനം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയോടുള്ള CPM-നോടുള്ള രാഷ്ട്രീയ വിരോധം, രാഷ്ട്രീയമായ വിയോജിപ്പുകൾ അവർ കേരളത്തോട് മൊത്തത്തിലാണ് തീർക്കാറ്. അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയാണല്ലോ. അത് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതിലേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത്. കോൺഗ്രസും അങ്ങനെ മാറുകയാണോ? പല പ്രതികരണങ്ങളും അങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് തുടർച്ചയാണ്, അതിൻ്റെ സത്ഫലമാണ്, അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 1ാം റാങ്കിങ്ങിലായത്. എന്ന് വെച്ചാൽ പി രാജീവിൻ്റെയോ പിണറായി വിജയൻ്റെയോ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള റാങ്കിങ് അല്ല ഇത്, മറിച്ച് കേരളത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള വികസന കുതിപ്പിൽ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തലായി മാറുന്ന, കേരളത്തിന് മൊത്തം സാമ്പത്തിക കുതിപ്പിന്, കേരളത്തിന് മൊത്തം സാമൂഹ്യമായ പുരോഗതിക്ക് കൂടുതൽ കരുത്തേകുന്ന തരത്തിലുള്ള റാങ്കിങ് ആണ്. അത് കേരളം ഇങ്ങനെയൊക്കെയാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നത് വഴി നമ്മൾ കൂടുതൽ മുന്നോട്ട് കുതിക്കും. പല വ്യവസായ പ്രമുഖരും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന വീഡിയോകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രമുഖരായ പല സ്വയം തെളിയിച്ച പല വ്യവസായ പ്രമുഖരും പറയുകയാണ് കേരളം പലരും പ്രചരിപ്പിക്കുന്നത് പോലെ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ ഒരു നെഗറ്റീവ് അന്തരീക്ഷമുള്ള സ്ഥലമല്ല, ഏറ്റവും നല്ല സ്ഥലമാണ്. അങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ദേശീയതലത്തിൽ കേരള വിരുദ്ധമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ദേശീയതലത്തിൽ വരുന്നതാ റാങ്കിങ്ങിൽ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നമ്മൾ 1ാമതാണ്. അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇടതുപക്ഷ നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, വ്യവസായ മന്ത്രി അടക്കമുള്ളവർ പറയുന്നതിനേക്കാൾ, അത് പ്രധാനമാണ്, പറയുന്നതിനേക്കാൾ ഗുണം ചെയ്യും. കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ശശി തരൂർ അത് പറയുമ്പോൾ അതാണ് പ്രധാനം. CPM-നോടും LDF-നോടും അതിശക്തമായ വിമർശനങ്ങളുള്ള എതിർപ്പുള്ള ശശി തരൂർ വസ്തുതകൾ നിരത്തി ഇത് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഗുണഫലത്തിൻ്റെ ഗുണം കേരളത്തിനാണല്ലോ, നമ്മുടെ യുവതലമുറയ്ക്കാണ്, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ്, നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാണ്. അങ്ങനെ പല കാരണങ്ങളിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പരിമിതികളെയും ഹഡിൽസിനെയും മറികടന്നുകൊണ്ട് കുതിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം തരൂരിൻ്റെ ലേഖനം വന്ന ശേഷമുള്ള ചർച്ചയ്ക്കിടയിൽ മുൻ അരുവിക്കര MLA, മുൻ സ്പീക്കർ G. കാർത്തികേയൻ്റെ മകൻ KS ശബരിനാഥനും പറയുകയുണ്ടായി. വിവരമുള്ളവരെല്ലാം അംഗീകരിക്കുകയാണ് കാര്യങ്ങൾ. വിവരമുണ്ടാവേണ്ട ആളുകൾ, കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടവർ, പ്രതിപക്ഷ നേതാവടക്കം അതിനെ തള്ളിപ്പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന നിഷേധാത്മകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേരളം മനസ്സിലാക്കണം. അതാണ് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. കേരളത്തിൽ വ്യവസായ അനുകൂല അന്തരീക്ഷമുണ്ട് എന്ന് ഇപ്പോൾ സ്ഥാപിക്കപ്പെടുകയും അത് കൃത്യമായി ശശി തരൂർ പറയുകയും ചെയ്തതിൻ്റെ ഗുണഫലം LDF-നും CPM-നും രാഷ്ട്രീയമായി കിട്ടുന്ന ഒന്ന് മാത്രമാണോ? പ്രതിപക്ഷ നേതാവ് 2 വർഷം കഴിഞ്ഞ് UDF ആണ് വരുന്നതെന്ന് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ കൂടി അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണോ വരാൻ പോകുന്നതെന്ന് പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനം ഒരു തുടർച്ചയാണ്. അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമാണ് മാറുന്നത്. രാഷ്ട്രീയ നേതൃത്വം മാറുന്നു എന്നതുകൊണ്ട് മാത്രം ഗവൺമെൻറ്റിൻ്റെ ബേസ് പൂർണ്ണമായി മാറുന്നില്ല. കേരളത്തിൽ വ്യവസായ രംഗത്ത് മികവും കുതിപ്പും ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ഇനി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അത് ആരുടേതായാലും കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയണമെങ്കിൽ ആ റിയാലിറ്റിയെ അംഗീകരിക്കുക തന്നെ വേണം. അത് അംഗീകരിക്കാതെ തരൂർ പറയുന്നതിനെ എതിർത്തുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, കേരളത്തിൽ ഇപ്പോഴും വ്യവസായ വികസന അന്തരീക്ഷം, സംരംഭങ്ങൾ തുടങ്ങാനുള്ള അന്തരീക്ഷം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നാളെ ഒരു സമയത്ത് അത് തിരുത്തി ഈ ബേസിൽ നിന്ന് പുതിയ വാർപ്പുകൾ കെട്ടി ഉയർത്താൻ, പുതിയ വികസനത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കെട്ടി ഉയർത്താൻ തടസ്സമായി മാറിയേക്കാം. അങ്ങനെ തടസ്സമാകുന്നവർ കേരളത്തിൻ്റെ വികസനത്തിന് തന്നെ തടസ്സമാണ്. തരൂരിൻ്റെ ഈ കൃത്യമായ പ്രകീർത്തനത്തെ ചൂണ്ടിക്കാണിക്കലിനെ എതിർക്കുന്നവർ കേരള വികസനത്തിന് അടിസ്ഥാനപരമായി തടസ്സമായി നിൽക്കുന്നവരാണ്. അവർ തിരിച്ചറിവ് നേടി തിരിച്ചു വരികയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.
നമസ്കാരം.